Welcome back to online classes. In the last class, what we have learned? In the last class, we studied about the conversion of improper fraction into mixed fraction. Okay? Did you remember? Improper into mixed fraction. It is one of the important section in our chapter, parts and parts. In this chapter, from the start, we deals with the definition of fraction, type of fractions, and classify the fractions. Next one, conversion of improper into mixed form. We can check one example. Okay. 13 by 5 is an improper fraction. How we can convert? Just divide 13 divide by 5 and 5 ones are 5, 5 twos are 10. So 5 twos are 10 and the remainder 3. Okay. Then what is our answer? This quotient will be our whole number. This remainder will be our numerator. And this divisor will be our denominator. So this is the conversion of 13 by 5 is equal to 2 3 by 5. Okay. Okay. Today we are going to study how we can compare the fraction and also conversion of mixed fraction into improper. At first we study how we can convert a mixed fraction into improper fraction. Okay. So our next heading. Conversion of mixed fraction into improper fraction. ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നാൽ ഇന്ന് അതിനെ കൺവേർട്ട് ചെയ്ത് ഇംപ്രോപ്പർ ആക്കാം. ഓക്കെ, അതിന് നമുക്ക് ഒരു ഇക്വേഷൻ പോലെ ഒരു ഫോം പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. അതാ ഈ ഫോമാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഒരു ഇക്വേഷൻ ഒന്നും നോക്കണ്ട, അതൊരു എന്താ പറയുക, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു ഫോം എന്ന് മാത്രം നോക്കിയാൽ മതി. ഇതാണ് ആ ഫോം. ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ. ഡോക്ടർ എന്നല്ല, ഡിനോമിനേറ്റർ ചുരുക്കി എഴുതിയേക്കുവാണ്. ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ, ഇതൊരു പാർട്ട്, പ്ലസ് numerator divided by denominator. നമുക്ക് രണ്ട് എക്സാമ്പിൾ കാണുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. First question 3 2 by 7. This is our first question. It's a mixed fraction. അല്ലേ? നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് എന്തിലോട്ടാണ്? ഇംപ്രോപ്പറിലോട്ട്. അത് ചെയ്യുന്നൊരു ഫോർമാറ്റാണത്. ഈ ഫോർമാറ്റ് ഓർമ്മ വെച്ചിരുന്നാൽ എളുപ്പം ചെയ്യാൻ പറ്റും. സോ ഈ ചെയ്യുന്ന ഫോർമാറ്റ് ഇത്രയേ ഉള്ളൂ. മിക്സറിൽ നിന്നും ഇംപ്രോപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യുക? ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് 3 into 7. അതാണ് ഫസ്റ്റ് വൺ. 3 into 7. പിന്നെ എന്ത് ചെയ്യുക? ന്യൂമറേറ്റർ അതിൻ്റെ കൂടെ സം ചെയ്യുക. പ്ലസ് 2. 3 into 7 പ്ലസ് 2. ഇവിടെ ഡിനോമിനേറ്റർ ആരായിരുന്നോ അയാളെ അതുപോലെ എഴുതുക. ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം അല്ലേ? 3 into 7 21 പ്ലസ് 2 by 7 23 by 7. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ കിട്ടിയുണ്ടോ? അപ്പം ചെയ്ത് ഇത്രയേ ഉള്ളൂ. ഒരു മിക്സഡ് ഫ്രാക്ഷൻ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യുക? ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. ഹോൾ ഡിവൈഡ് ബൈ ദ സെയിം ഡിനോമിനേറ്റർ. ഇത് ഓർമ്മ വെച്ചാൽ മതി. ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. ഒന്നിൻ്റെ റോളം ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. അതാണ് 3 2 by 7 ആദ്യം 3യെ ഈ ഹോൾ നമ്പറായ 3 7 ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ന്യൂമറേറ്ററായി 2 ആഡ് ചെയ്തു, ഡിവൈഡഡ് ബൈ
the same denominator 7. ബാക്കിയെല്ലാം സിംപ്ലിഫിക്കേഷൻ. ഇത് നമുക്ക് ശരിയാണോ എന്ന് നോക്കാം. നമുക്കറിയാലോ ഇംപ്രോപ്പറിനെ മിക്സർ ആക്കാൻ അറിയാമല്ലോ. റിവേഴ്സ് ഒന്ന് നോക്കാം. 23/7 അല്ലേ കിട്ടിയിരിക്കുന്നത്. 23/7 ഇതെല്ലാം നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. 23/7 23 ആകുമ്പോൾ 7 3s are 21, remainder 2. ഇതിനെ എങ്ങനെയാണ് മിക്സറിൽ എഴുതുന്നത് നമുക്കറിയാമല്ലോ. ആദ്യം കോഷ്യന്റ് ഹോൾ നമ്പർ ആയിട്ട് എഴുതുക, റിമൈൻഡർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, ഡിവൈസർ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. കണ്ടോ? അപ്പം നിങ്ങൾക്ക് ഇത് കണ്ടുപിടിച്ചിട്ട് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യാം, അതിൻ്റെ റിവേഴ്സ് പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായതുകൊണ്ട് ചെയ്ത് നോക്കാം. സോ ഇത്രയേ ഉള്ളൂ. ഹോൾ നമ്പർ ഉണ്ട്, ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. ഹോൾ നമ്പർ കൊണ്ട് ഡിനോമിനേറ്ററിനെ ഡിവൈഡ് ചെയ്യുക, അതിലൂടെ ന്യൂമറേറ്റർ ഹോൾ നമ്പറിനെ ഡിനോമിനേറ്റർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അതിലൂടെ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക, അതിനെന്ത് ചെയ്യുക, സെയിം ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3 × 7 + 2/7. സോ നമുക്ക് ആൻസർ കിട്ടി 23/7 എന്നാണ്. നമുക്ക് ചെക്ക് ചെയ്യാൻ എന്താണ്, തിരിച്ച് ചെയ്ത് നോക്കാം. 23/7 ചെയ്യുമ്പോൾ 3 കോഷ്യന്റ് 2 റിമൈൻഡർ 7 ഡിവൈസർ. നമുക്ക് അറിയാം ഇംപ്രോപ്പറിനെ മിക്സഡ് ആക്കാൻ ഹോൾ നമ്പറായിട്ട് കോഷ്യന്റ് എഴുതി അല്ലേ, റിമൈൻഡർ വരുന്ന ആൾ ന്യൂമറേറ്റർ ഡിവൈസർ സെയിം. നമ്മുടെ ക്വസ്റ്റ്യൻ കിട്ടിയുണ്ടോ? സോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് ചെയ്ത് നോക്കിയാലും മതി. നമുക്കൊരു 2-3 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ. സോ നമ്മളിപ്പോൾ പഠിച്ചത് എങ്ങനെയാണ് ഒരു മിക്സഡ് ഫ്രാക്ഷനെ ഇംപ്രോപ്പർ ആക്കാമെന്നാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 4/3/6. ദിസ് ഇസ് എ മിക്സഡ് ഫ്രാക്ഷൻ. ഓക്കെ, യു ക്യാൻ കൺവേർട്ട് ദിസ് ഫ്രാക്ഷൻ ഇൻടു improper. 4/3/6 that is equal to, first എന്താ ചെയ്യേണ്ടത്, ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ. ദാറ്റ് മീൻസ് 4 ഇൻറ്റു ഡിനോമിനേറ്റർ 6 പ്ലസ് ന്യൂമറേറ്റർ by 6 അല്ലേ. that is equal to 6 4s are 24 plus 3/6. That is equal to 27/6. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ റിവേഴ്സ് ചെയ്ത് കാണിച്ചു തരാം അല്ലേ. നമുക്കിപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ അങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. റിവേഴ്സ് ചെയ്ത് നോക്കാം. 27/6 അല്ലേ. 27/6. 6 4s are 24. 3 അല്ലേ. 27/6. ഇതൊരു ഇംപ്രോപ്പർ ആയിരുന്നു. അതിനെ മിക്സറിലോട്ട് എഴുതാം. എങ്ങനെയാണ് മിക്സർ എഴുതുന്നത്? കോഷ്യൻ്റ് ആരാണോ അതാണ് ഹോൾ നമ്പർ, ദാറ്റ് മീൻസ് 4. റിമൈൻഡർ ആരാണോ അതാണ് ന്യൂമറേറ്റർ 3. ഡിവൈസർ ആരാണോ അയാളാണ് ഡിനോമിനേറ്റർ 6. 4/3/6 അതാണ് ഒരു ക്വസ്റ്റ്യൻ. സോ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, റിവേഴ്സ് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു സൈഡ് ക്ലിയർ ആണെങ്കിൽ മറ്റേ സൈഡ് എളുപ്പമായിരിക്കും. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുക. ആദ്യം പെട്ടെന്നൊന്നും അങ്ങനെ ചിലപ്പോൾ ശരിയാവണമെന്നില്ല പുതിയൊരു മെത്തേഡ് പഠിക്കുമ്പോൾ. അപ്പം ഒരുപാട് വെപ്രാളത്തൊന്നും പഠിക്കണ്ട, പയ്യെ സ്ലോ ആൻഡ് സ്റ്റഡി ആൻഡ് വിൻസ് റൈസ് എന്നാണ്. സോ അപ്പോൾ പതുക്കെ പതുക്കെ പഠിച്ചു നോക്കാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അതുകൊണ്ടാണ് പയ്യെ പറയുന്നത്, കുറച്ച് പോർഷൻ വീതം പറയുന്നത് അതുകൊണ്ടാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 5/7/11. ഫസ്റ്റ് ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ. അപ്പോൾ ഹോൾ നമ്പർ 5 ഇൻറ്റു ഡിനോമിനേറ്റർ 11. 5 ഇൻറ്റു 11 പ്ലസ് ന്യൂമറേറ്റർ 7 by 11 അല്ലേ. സെയിം ഡിനോമിനേറ്റർ which is equal to 11 into 5 55 plus 7 by 11 അല്ലേ. that is equal to 50 plus 5 plus 7 62 by 11. ഓക്കെ, ഇതുപോലെ റിവേഴ്സ് ചെയ്ത് നോക്കിയാൽ മതി, നമുക്ക് ഈ ആൻസർ തന്നെ എത്തും. നെക്സ്റ്റ് 6/9/4.
Same step, whole number, that is 6 into denominator 9. ഈ ബ്രാക്കറ്റ് കൊണ്ട് വേർതിരിക്കുന്നത്, ഈ ബ്രാക്കറ്റ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. കണ്ടോ, ഇവിടെ ഈ പ്ലസ് ചിലപ്പോൾ നിങ്ങൾ അറിയാതെ 11 + 7 എഴുതിക്കും. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യില്ല. സോ 6 into 9 ക്ലോസ് ദ ബ്രാക്കറ്റ് പ്ലസ് ന്യൂമറേറ്റർ 4 by the denominator 9. 6 9s are 54 plus 4 by 9. Answer 48 by 9. ഇതൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കുക, ഈ ആൻസർ കിട്ടും. സോ നമ്മൾ എന്താ ചെയ്തത്? മിക്സഡ് ഫ്രാക്ഷൻ ഇൻറ്റു ഇംപ്രോപ്പർ. ഓൺലി വൺ മെത്തേഡ്. At first multiply the whole number and the denominator, like whole number into denominator, then plus numerator. Numerator include add ചെയ്യുക, all divided by the denominator. സോ നമുക്കപ്പോൾ അടുത്ത പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, എങ്കിലും ഇത് കുറച്ചുകൂടി ക്ലാരിഫൈ ആവും. ആദ്യമൊന്നും കറക്റ്റ് ആവണമെന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് റിവേഴ്സുകൾ ചെയ്ത് നോക്കാം. ഇംപ്രോപ്പർ ടു മിക്സഡ് അറിയാം. സോ മിക്സഡ് ഇംപ്രോപ്പർ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ തിരിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ. സോ നെക്സ്റ്റ്, കമ്പയർ ദ ഫ്രാക്ഷൻസ്. കമ്പയർ ദ ഫ്രാക്ഷൻസ് മീൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കമ്പയറിംഗ് ഒക്കെ. എന്താ കമ്പയർ ചെയ്യാൻ മീൻസ്? കമ്പയർ മീൻസ് ടു ഫൈൻഡ് വിച്ച് ഈസ് ലാർജർ, വിച്ച് ഈസ് സ്മാളർ, അല്ലേ? യൂസ് ദി സൈൻ ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. സിമ്പിളായൊരു കാര്യമാണ്, ഒരു കൊച്ചു സെക്ഷനാണ് ഫ്രാക്ഷൻസിൻ്റെ കമ്പാരിസൺ. ബൈ യൂസിങ് LCM മെത്തേഡ് എന്നൊക്കെ പറഞ്ഞ ഹയർ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്ക് പറഞ്ഞു തരുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ വെച്ചൊന്ന് നോക്കാം എങ്ങനെ ചെയ്യാം. 3/9 and 5/6. നമ്മൾ ലൈക്ക് ഫ്രാക്ഷനൊക്കെ വെച്ച് കമ്പാരിസൺ പഠിക്കും നിങ്ങൾ അടുത്ത 6th സ്റ്റാൻഡേർഡിലൊക്കെ. അത് എളുപ്പമാണ്. പക്ഷെ ജനറലായിട്ടൊന്നും വന്നാൽ എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ്. 3/9 5/6 അല്ലേ? ഇതിലേതാണ് ലാർജ്, ഏതാണ് സ്മാൾ, അങ്ങനെ നമുക്കറിയാം. വളരെ എളുപ്പമായിട്ടുള്ള കാര്യമാണ്. നിങ്ങളിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് പിന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യാൻ വേണ്ടി. എന്ത് ചെയ്യുക? 3/9 and 5/6. ആദ്യം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ഏതാണ്? 3 into 6. 3 into 6. അടുത്തതോ 5 into 9. ജസ്റ്റ് ഓപ്പോസിറ്റ്. ഫസ്റ്റ് ന്യൂമറേറ്ററിനെ സെക്കൻഡ് ഡിനോമിനേറ്റർ കൊണ്ട് ചെയ്യുക, ഫസ്റ്റ് ഡിനോമിനേറ്ററിനെ സെക്കൻഡ് ന്യൂമറേറ്റർ ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചെയ്യുക. 3 into 6, 5 into 9. നമുക്ക് ഇതിൻ്റെ പ്രോഡക്റ്റ് നോക്കാം. 18. So 3 into 6, 18. Next product of 5 into 9, 45. സോ ഇത്രയും ചെയ്തിട്ടുള്ളൂ. രണ്ട് ഫ്രാക്ഷൻസ് എടുത്ത് എഴുതി ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഫസ്റ്റ് ന്യൂമറേറ്റർ ഉണ്ട് സെക്കൻഡ് ഡിനോമിനേറ്റർ, ഫസ്റ്റ് ഡിനോമിനേറ്റർ ഉണ്ട് സെക്കൻഡ് ന്യൂമറേറ്റർ. അതിൻ്റെ പ്രോഡക്റ്റ് 3 into 6, 5 into 9. സോ 3 into 6, 18 കിട്ടി. 5 into 9, 45 കിട്ടി. വിച്ച് പ്രോഡക്റ്റ് ഈസ് ഗ്രേറ്റർ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ ഗ്രേറ്റർ? രണ്ടാമത്തെ അല്ലേ ഗ്രേറ്റർ, ഇല്ലേ? രണ്ടാമത്തെ പ്രോഡക്റ്റ് ഇല്ലേ വലുത്? സോ രണ്ടാമത്തെ പ്രോഡക്റ്റ് വലുതാണെങ്കിൽ രണ്ടാമത്തെ ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. ഫസ്റ്റ് കിട്ടുന്ന പ്രോഡക്റ്റ് വലുതാണെങ്കിൽ ഫസ്റ്റ് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്, കേട്ടോ? ഇത്രയേ ഉള്ളൂ. സെക്കൻഡ് പ്രോഡക്റ്റ് വലുതായതുകൊണ്ട് സെക്കൻഡ് വലുതല്ലേ? ദിസ് ഈസ് ഗ്രേറ്റർ. സിമ്പിൾ വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 4/5, 5/4 അല്ലേ? ജസ്റ്റ് ഇതാ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് പ്രോഡക്റ്റ് ആവുമ്പോൾ നോക്കാം. 4 into 4, 5 into 5. 4 4s are 16, 5 5s are 25. ഫസ്റ്റ് പ്രോഡക്റ്റ് ആണോ സെക്കൻഡ് പ്രോഡക്റ്റ് ആണോ വലുത്? സെക്കൻഡ് പ്രോഡക്റ്റ്. Therefore our second fraction is 8. Now we can consider third one. 4/11 and 3/9. Same ചെയ്യല്ലേ?
ക്രോസ് ചെയ്യുക. 4 into 9, അടുത്തത് 3 into 11. 4 9s are 36, 7 3s are 33. ഏത് പ്രോഡക്റ്റ് ആണ് വലുത്? ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് പ്രോഡക്റ്റ്. therefore our first fraction is greater. ഓക്കെ, ഈക്വൽ ആയിട്ടുള്ള കേസുകളും വരും. ഇതിനകത്ത് ഈക്വൽ ആയിട്ടുള്ള എഴുതിയിട്ടില്ലേ? നെക്സ്റ്റ് 6/8, 7/2. പ്രോഡക്റ്റ് കാണാം. 6 into 3, 7 into 8. This is 1856. Second product level. Therefore our second fraction is greater. So simple ആയിട്ടുള്ള ടെക്നിക്കാണ്. രണ്ട് ഫ്രാക്ഷൻസ് നമുക്ക് കമ്പയർ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. വെറുതെ 3 into 6, 5 into 9 ഉണ്ടാവും. ഏതിൽ ഫസ്റ്റ് പ്രോഡക്റ്റ് കിട്ടും, സെക്കൻഡ് പ്രോഡക്റ്റ് കിട്ടും. അതിൽ ഏത് പ്രോഡക്റ്റാണ് വലുതെന്ന് നോക്കുക. ഫസ്റ്റ് പ്രോഡക്റ്റ് ആണ് വലുതെങ്കിൽ ഫസ്റ്റ് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. സെക്കൻഡ് പ്രോഡക്റ്റ് ആണ് വലുതെങ്കിൽ സെക്കൻഡ് ഫ്രാക്ഷൻ ആയിരിക്കും വലുത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ചുമ്മാ ചെയ്ത് നോക്കുക. ഓക്കെ, some homework for you. Convert the following mixed fractions into improper fraction. First one 3/7/9, second one 8/1/7, third one 9/2/12. Method അറിയാലോ, ചെയ്യേണ്ടത്രേ ഉള്ളൂ. ഹോൾ നമ്പർ ഇൻറ്റു ഡിനോമിനേറ്റർ പ്ലസ് ന്യൂമറേറ്റർ ഹോൾ ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ. ഈ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് ഇതിന് മൂന്നിനും കൺവേർട്ട് ചെയ്യാം. നമ്മളെന്ത് പഠിച്ചത്? കൺവേർഷൻ ഓഫ് മിക്സഡ് ഫ്രാക്ഷൻസ് ഇൻറ്റു ഇംപ്രോപ്പറും കമ്പയർ ദ ഫ്രാക്ഷൻസും ആണ്. ഓക്കെ, ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. Okay students, stay home, stay safe, study carefully. Okay, today we can conclude our section. We will see you on the next class with our next section. Thank you.